എൻ്റെ അടുത്ത് ഇപ്പോഴും പലരും ഇങ്ങനെ പുറത്തു പോകുമ്പോൾ ചോദിക്കും, അയ്യോ 6th സീസണിൽ റനീഷയുടെ ചേട്ടനെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ആഗ്രഹ പ്ലാനിങ് ഉണ്ടായിരുന്നോ നമ്മളെല്ലാരും? ചേട്ടന് ആഗ്രഹം വന്നു. ചേട്ടന് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ച് പുറത്ത് നോക്കിയപ്പോ ഭയങ്കര ഫാൻസ് ഉണ്ടാക്കി. ഞാനും ചേട്ടനും ഒരിക്കൽ ദുബായിൽ പോയിട്ട് ഞങ്ങൾ പുറത്ത് ചായ കുടിക്കാൻ പോയി. അപ്പൊ ഒരു മലയാളി ഫാമിലി വന്നു കേട്ടോ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പൊ അവരിങ്ങനെ ഇടയ്ക്ക് ഞങ്ങളെ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കാം ഇപ്പൊ വന്ന ഫോട്ടോ ചോദിക്കായിരിക്കും വിചാരിച്ചാ റനീഷയുടെ ചേട്ടനല്ലേ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. അപ്പൊ ഞാനും ഇവിടെ ഉണ്ട്. ഞങ്ങൾ ചേട്ടന്റെ ഭയങ്കര ഫാൻസ്. ഞാനങ്ങ് ഒരിക്കലില്ലാതെ. നേരത്തെ എന്ന് വെച്ചാൽ ഞാനൊരു മണ്ടിയായിരുന്നു. ഇപ്പൊ ഞാൻ ചെറുതായിട്ട് അങ്ങനെ ആണെങ്കിലും നേരത്തെ എന്ന് വെച്ചാൽ എല്ലാരെയും പെട്ടെന്ന് വിശ്വസിക്കും, പെട്ടെന്ന് കമ്പനി ആവും, പെട്ടെന്ന് ഫ്രണ്ട്സ് ആവും. ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്നൊക്കെ പറയുന്ന പോലെ എന്റെ സർക്കിൾ ഇച്ചിരി ചെറുതായ പോലെ എനിക്കൊരു ഫീൽ. പക്ഷെ ആക്ച്വലി നല്ലതാണെന്ന് തോന്നുന്നു. അതിന് ബിഗ് ബോസ് കൊണ്ടുവന്ന മാറ്റമാണോ എന്നും പറയാൻ പറ്റില്ല. ഒരു ഏജ് അറ്റൻഡ് ആവുമ്പോൾ നമുക്ക് ചില ഒരു റിഫ്ലക്ഷൻ പോലെ ചേഞ്ചസ് വരാറുണ്ട്. ചിലപ്പോൾ അതുമായിരിക്കാം. ബാക്ക് സ്റ്റാബിങ് ചെയ്യാൻ പാടില്ല, പിന്നെ ഡബിൾ സ്റ്റാൻഡ് പറ്റില്ല. ഇപ്പൊ എൻ്റെ അടുത്ത് നന്നായി ചിരിച്ച് കളിച്ച് നിന്നിട്ട് ഞാൻ അങ്ങോട്ട് മാറുമ്പോൾ അങ്ങനെ സംസാരിക്കുന്നവർ വേണ്ട. എന്താണെങ്കിലും എന്നെ ഹേർട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും മുഖത്ത് നോക്കി പറയണം. അങ്ങനെ ഒരു ഡബിൾ ഫേസ് ഉണ്ടാവാൻ പാടില്ല. എന്തും ഷെയർ ചെയ്യാൻ പറ്റണം. അത് ലീക്ക് ചെയ്യുന്ന പോലത്തെ ഒരാളാവരുത്. നമ്മളെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ അത് ഭയങ്കര സേഫ് ആയിരിക്കണം. സൈന പ്ലേയിൽ സ്ഥാനാർത്ഥി ശ്രീകുട്ടിന് ശേഷം ടൊവിനോ തോമസ്, സൗബിൻ ഷാഹിർ, ഭാവന തുടങ്ങിയവർ അഭിനയിക്കുന്ന നടികർ ഉടൻ വരുന്നു സൈന പ്ലേ. ഡൗൺലോഡ് ദി ആപ്പ് നൗ. ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമില് ഇത്രയും ദിവസം 100 ദിവസം എത്താ ഈ സമ്മാനം വാങ്ങിയിട്ട് വരിക എന്ന് പറയുന്നത് കാര്യമില്ലല്ലോ. അല്ല, ഉറപ്പായിട്ട് അപ്പൊ ഒരു വലിയ പിടിക്ക് തന്നെയാണ്. എനിക്ക് അങ്ങനെ പറയുന്ന ഇഷ്ടമല്ല. വേണം ഞാൻ തിരിഞ്ഞേക്ക് എന്നോട് പറഞ്ഞോ. എനിക്ക് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ആളാണോ? എത്ര സിമ്പിൾ ആണ്. എന്താ സിംപ്ലിസിറ്റി എന്നൊക്കെ പറഞ്ഞു എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നു. കാരണം എന്താ അറിയോ, ഇപ്പം ബിഗ് ബോസ് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ നാച്ചുറലി സംസാരിക്കുന്ന സമയത്ത് ഇല്ല ഇത് ആക്ടിങ് ആണെന്ന് പറഞ്ഞ ഒത്തിരി ആളുകളുണ്ട്. അത് കഴിഞ്ഞിട്ടും നമ്മള് റനീഷിനെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് റനീഷിനെ കാണണേ. റനീഷ് വന്ന സമയത്ത് കിട്ടുന്ന ഹലോ എന്ന് പറഞ്ഞിട്ടൊരു വാം കിട്ടില്ലേ നമുക്ക്, ഒരു ജാടില്ലാത്ത നമ്മള് ബിഗ് ബോസിൽ കണ്ട് കാണിക്കാൻ എന്താ ഉള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ചോദിക്കട്ടെ എന്താ ഉള്ളത്? എല്ലാരും എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ ചോദിക്കുമ്പോ എനിക്ക് എന്തോ ഭയങ്കര എന്തൊക്കെയോ പോലെ. ഈ ഓരോ സീസൺ കഴിയുമ്പോഴും പ്രേക്ഷകർക്ക് തോന്നുന്ന കാര്യം ഈ സീസണിൽ ആൾക്കാർ മിണ്ടാറില്ലേ, അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള ആൾക്കാർ കണ്ടാലും ഒരു പരിചയം കാണിക്കോ? നിങ്ങൾ ഇത്ര 6 പേരാ, നിങ്ങൾ ആ ഒരു സീസണിൽ തന്നെ ആളുകളെ നമുക്ക് കാണുമ്പോൾ തന്നെ അടിപിടിയൊക്കെയാ, അല്ലെങ്കിൽ ഒരു സ്നേഹപ്രകടനം ഉണ്ട്. ഈ സീസണിൽ ആൾക്കാർ വരുന്ന സമയത്ത് എങ്ങനെയുണ്ട് അത്? അതൊക്കെ വേണമെങ്കിൽ ആ സീസൺ കഴിഞ്ഞ് ഇറങ്ങുമ്പോ വേണമെങ്കിൽ അവരങ്ങനെ പറഞ്ഞല്ലോ, അവരിങ്ങനെ ചെയ്തല്ലോ എന്നുള്ള വിഷമമൊക്കെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ എല്ലാം വർഷങ്ങളായി എല്ലാവരും അവരവരുടെ ലൈഫിൽ ബിസിയായി, ഓരോരുത്തരുടെ കരിയർ നോക്കിക്കൊണ്ടിരിക്കണോ, ഫാമിലി നോക്കിക്കൊണ്ടിരിക്കണോ. പിന്നെ ഈ പഴയ സംഭവങ്ങൾ ആരെങ്കിലും പിടിച്ചിരിക്കോ? ഇവിടെ ഒന്നും ഇത്ര നേരം ആരും സീസണെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അകത്തിരുന്ന കാര്യങ്ങളോ ആരും പറഞ്ഞു കേട്ടില്ല കേട്ടോ. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് എന്താ, അതൊരു ഗെയിമിന്റെ വഴിക്ക് കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ ലൈഫിൽ ബിസിയായി. ഇനിയിപ്പോ നമ്മൾ എപ്പോഴെങ്കിലും കാണുമ്പോ ഹായ് ബൈ വിശേഷങ്ങളൊക്കെ പറയാതെ ഇതുപോലത്തെ നല്ല മൊമെന്റ്സ് ഷെയർ ചെയ്യാം, ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവാ, അത്രേ ഉള്ളൂ. ഏതെങ്കിലും ആളെ മീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പറ്റാതെ ഇന്ന് മീറ്റ് ചെയ്ത് സംസാരിച്ച ആരെങ്കിലും ഉണ്ടാവും? ഇല്ല, ആക്ച്വലി നമുക്കിത് അറിയാലോ ഇവിടെ ആരൊക്കെയാ വരുന്നതെന്നുള്ളത്. നേരത്തെ ഗ്രൂപ്പിലെല്ലാം മെസ്സേജ് വന്നിട്ട് ആരൊക്കെയാ വരുന്ന ആരൊക്കെയാ വരാത്തതെന്നൊക്കെ അറിയാലോ. അങ്ങനൊന്നുമില്ല. ഇപ്പൊ ബിഗ് ബോസിൽ വന്ന ശേഷം ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് നടന്നിട്ടുണ്ട്. ഒത്തിരി ആളുകളുടെ വിചാരിച്ച പോലെയുള്ള ഒരു റെസ്പോൺസ് കാര്യങ്ങൾ ലൈഫ് തന്നെ മറിഞ്ഞിട്ടുണ്ട്. ശരിക്കും റനീഷിന്റെ ലൈഫ് എങ്ങനെ ചേഞ്ച് ആയി? എന്റെ ലൈഫ് ചേഞ്ച് ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചേഞ്ച് എന്ന് വെച്ചാൽ കുറെ നല്ല ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊരു മേജർ ചേഞ്ച് ഒന്നും അല്ല. ലൈക്ക് ഇപ്പൊ ഓഡിയൻസ്, നേരത്തെ ഞാൻ സീരിയൽ മാത്രം ചെയ്തുകൊണ്ടിരുന്നപ്പോ വീട്ടിലുള്ള അമ്മമാര്, ചേച്ചിമാര്, സീരിയൽ കാണുന്ന പ്രേക്ഷകർക്ക് മാത്രമേ എന്നെ അറിയുമായിരുന്നുള്ളൂ. ബിഗ് ബോസ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ യങ്സ്റ്റേഴ്സും എല്ലാവരും ഒരുപാട്, എനിക്ക് തോന്നുന്നു അമ്മമാരെക്കാൾ കൂടുതൽ ഇങ്ങനത്തെ ഷോസ്, റിയാലിറ്റി ഷോസ് ഒക്കെ കാണുന്നത് കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സാണ്. അപ്പൊ കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സിലോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ പുറത്തുനിന്ന് കണ്ടാലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ അതൊരു ചേഞ്ച് ആണ്. പിന്നെ മോണിറ്ററി ബെനിഫിറ്റ് ഓഫ് കോഴ്സ് ബിഗ് ബോസിന് ശേഷം അതിൽ ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ എക്സ്പോഷർ കിട്ടി എന്ന് പറയാം. ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് കുറച്ചുകൂടെ ഇംപ്രൂവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട്. ഇത്രയൊക്കെ എനിക്ക് ചേഞ്ചസ് ഉള്ളൂ. അല്ലാതെ എൻ്റെ ചുറ്റിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് മാറിയിട്ടില്ല. പക്ഷെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ, ബിഗ് ബോസിന് ശേഷം എന്താ പറയാ, നമ്മുടെ സ്വഭാവത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ അങ്ങനെയായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല. എനിക്കും അങ്ങനെ ചോദിച്ചാൽ ചെറുതായിട്ട് മീൻസ് ഞാനിപ്പോ എല്ലാരോടും അങ്ങനെ ഭയങ്കര
നേരത്തെ എന്ന് വെച്ചാൽ ഞാനൊരു മണ്ടിയായിരുന്നു. ഇപ്പൊ ഞാൻ ചെറുതായിട്ട് അങ്ങനെ ആണെങ്കിലും നേരത്തെ എന്ന് വെച്ചാൽ എല്ലാരെയും പെട്ടെന്ന് വിശ്വസിക്കും, പെട്ടെന്ന് കമ്പനിയാവും, പെട്ടെന്ന് ഫ്രണ്ട്സ് ആവും, അങ്ങനെയൊക്കെ. ഇപ്പൊ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഏഷ്യനെറ്റിൽ ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർ ഈ ഇടയ്ക്ക് എന്നോട് പറയായിരുന്നു, റനീഷയെ മാത്രം ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, എനിക്കറിയില്ല. ഞാൻ ആരുടെയും പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ഇന്റർഫിയർ ചെയ്യാറില്ല. എല്ലാവരുമായിട്ടും എന്നാൽ ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര മച്ചാ കമ്പനിയൊക്കെ ആണെങ്കിൽ പോലും എന്നെ കുറിച്ച് അവർക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഷോക്കായി. അതെന്താ അങ്ങനെ, എനിക്ക് അറിഞ്ഞൂടാ. അത് ചിലപ്പോ വന്നൊരു ചേഞ്ച് ആയിരിക്കും. ഒരു സേഫ് സോൺ അങ്ങനെയാണോ? ഇപ്പൊ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കേണ്ട ഒരു സമയം എടുത്ത് ആളുകളെ ഒബ്സർവ് ചെയ്ത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ സർക്കിൾ ഭയങ്കര, ഞാൻ കുറച്ച് മിനിമൽ ആക്കിന്ന് തോന്നുന്നു. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരാളെ മാത്രമേ ഞാൻ ആ സർക്കിളിലോട്ട് അങ്ങനെ, ഇപ്പോ എന്താ പറയാ, ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്നൊക്കെ പറയുന്ന പോലെ എന്റെ സർക്കിൾ ഇച്ചിരി ചെറുതായ പോലെ എനിക്കൊരു ഫീൽ. പക്ഷെ ആക്ച്വലി നല്ലതാണെന്ന് തോന്നുന്നു. അതിന് ബിഗ് ബോസ് കൊണ്ടുവന്ന മാറ്റമാണോ എന്നും പറയാൻ പറ്റില്ല. ഒരു ഏജ് അറ്റൻഡ് ആവുമ്പോൾ നമുക്ക് ചില ഒരു റിഫ്ലക്ഷൻ പോലെ ചേഞ്ചസ് വരാറുണ്ട്. ചിലപ്പോ അതുമായിരിക്കാം. ഈ സർക്കിളില് വരാൻ വേണ്ടിട്ട് ഒരു സുഹൃത്ത്, അപ്പൊ ഒത്തിരി സുഹൃത്തുക്കളിൽ നിന്നാണല്ലോ നമ്മൾ ഒരാളെ വരുന്നത്. എന്തൊക്കെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും റനീഷ് ഒബ്സർവ് ചെയ്യണം? ബാക്ക് സ്റ്റാബിങ് ചെയ്യാൻ പാടില്ല, പിന്നെ ഡബിൾ സ്റ്റാൻഡ് പറ്റില്ല. ഇപ്പൊ എന്റെ അടുത്ത് നന്നായി ചിരിച്ച് കളിച്ച് നിന്നിട്ട് ഞാൻ അങ്ങോട്ട് മാറുമ്പോ അങ്ങനെ സംസാരിക്കുന്നവര് വേണ്ട. എന്താണെങ്കിലും എന്നെ ഹേർട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും മുഖത്ത് നോക്കി പറയണം. അങ്ങനെ ഒരു ഡബിൾ ഫേസ് ഉണ്ടാവാൻ പാടില്ല. പിന്നെന്താ, ഇത്രയൊക്കെയല്ലേ, ഒരു ലോയൽ ആയിരിക്കണം. അത് ഇതെല്ലാം സെയിം മീനിങ്ങിൽ തന്നെ വരുന്ന ഡിഫറെന്റ് ഫേസസ് ആണ്. ഇത്രയൊക്കെയല്ലേ ഉള്ളൂ ഫ്രണ്ട്ഷിപ്പില് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നത്. എന്തും ഷെയർ ചെയ്യാൻ പറ്റണം. അത് ലീക്ക് ചെയ്യുന്ന പോലത്തെ ഒരാളാവരുത്. നമ്മളെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ അത് ഭയങ്കര സേഫ് ആയിരിക്കണം. നമ്മൾ ചിലപ്പോൾ നമ്മളൊന്ന് റിലീഫ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും. ഞാനിപ്പോ ചിക്കുവിന്റെ അടുത്ത് ഒരു കാര്യം പറയാം, ചിക്കു അത് 4 ആളോട് പറഞ്ഞു എന്ന് വെച്ചാൽ എന്നാ പിന്നെ എനിക്ക് തന്നെ അവരോട് പോയി പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ക്വാളിറ്റീസ് ആണ്. എനിക്കിപ്പോഴും കുറെ സ്കൂൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് അറിയാം, നമ്മുടെ പഴയ കാല ഫ്രണ്ട്സ് ഉണ്ടല്ലോ, വർഷങ്ങളായിട്ട് കൂടെയുള്ള ഫ്രണ്ട്സ് ആയിരിക്കും എനിക്ക് സർക്കിളിൽ ഉണ്ടാവുക. കാരണം നമ്മൾ പുതിയൊരു ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടാലും എനിക്കൊന്നും വളരെ 1 or 2 മാത്രമേ സർക്കിൾ ആഡ് ആയിട്ടുള്ളൂ. ഇപ്പൊ കോളേജിലൊക്കെ നോക്കിയെന്ന് വെച്ചാൽ വലിയ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നുമില്ല. അപ്പോഴും നോക്കിയാൽ സ്കൂൾ ഫ്രണ്ട്സിൽ ഇഷ്ടംപോലെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. ബിഗ് ബോസ് കഴിഞ്ഞ് ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള വേർഡ് പറയുമ്പോ തന്നെ എനിക്ക് പേടിയായി, എവിടെന്നാ ട്രോളെന്ന് പറയാൻ പറ്റില്ല. അപ്പോ അങ്ങനത്തെ ഉള്ള എക്സ്പെക്ടേഷൻ മാത്രമേ ഉള്ളൂ. ഈ ബിഗ് ബോസിന്റെ അകത്തുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് കൈൻഡ് ഓഫ് ഫ്രണ്ട്സുകള് തിരിച്ച് പുറത്തിറങ്ങിയപ്പോ അതേ ഫ്രണ്ട് സർക്കിൾ ഉണ്ടോ, ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടോ? അത്രയും ബോണ്ടൊന്നുമില്ല. ഡെയിലി ബേസിസിൽ ആര് കണ്ടാലും അത് വഴക്കാവും. നമ്മുടെ വീട്ടിൽ തന്നെ അച്ഛനും അമ്മയും അവരൊക്കെ വഴക്ക് കൂടാതിരിക്കുന്നുണ്ടോ? വീട്ടില് പല സ്വഭാവക്കാര് പല ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി അവിടെ വഴക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനാണല്ലോ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം. വളരെ ബോൾഡ് ആയിട്ട് സംസാരിക്കുന്ന സീസണിൽ എല്ലാ സമയത്തായാലും കാര്യങ്ങൾ ഭയങ്കര ബോൾഡായിട്ട് സംസാരിക്കും. അതേപോലെ ഇമോഷണലി കാര്യങ്ങൾ എടുക്കും പെട്ടെന്ന്. അതായത് എല്ലാവരും കണ്ണ് അടച്ച് സ്നേഹിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതിപ്പം അതെപ്പോഴെങ്കിലും ഇപ്പൊ നമുക്ക് തെറ്റായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് എല്ലാരെയും ഞാൻ കണ്ണടച്ച് സ്നേഹിക്കൊന്നുമില്ല, എല്ലാരെയും എനിക്ക് അങ്ങനെ സ്നേഹമൊന്നുമില്ല. പക്ഷെ എനിക്ക് വിശ്വാസം വന്നവരെ ഞാൻ നന്നായി സ്നേഹിക്കും. നേരത്തെ എല്ലാരെയും ഇങ്ങനെ കുറച്ച് അധികം സംസാരിച്ചു വെച്ചാൽ ഞാൻ അവരെ ഭയങ്കര ക്ലോസ് ആക്കി വെക്കും. പിന്നെ ഞാൻ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്യും, ലൈക്ക് നമ്മൾ കൊടുക്കുന്നതന്നെ തിരിച്ചു കിട്ടണം, അങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ ചെയ്യാറുണ്ട്, ഇപ്പൊ ചെയ്യാറുണ്ടോ? ഇപ്പോഴൊന്നും ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ ബോൾഡായി, കുറച്ചുകൂടെ ചേഞ്ചസ്. എത്ര കാര്യങ്ങൾ ബോൾഡായെന്നോ? എന്തൊക്കെ കാര്യങ്ങളല്ലേ? അതായത് ചില റീസൺസ് ഇപ്പൊ പറയില്ല, ഇപ്പൊ പറഞ്ഞൊരു കാര്യം പോലെ എന്തൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കുട്ടിത്തുണ്ടല്ലോ, എനിക്കത് തോന്നുന്നു. എനിക്കൊന്നും ഒരു വീട്ടില് പാമ്പർ ചെയ്തോണ്ടാണ് ഒരു കുട്ടി. ഞാൻ ആ ടൈപ്പ് അല്ല. ചേട്ടൻ എനിക്ക് നന്നായിട്ട് പാമ്പർ ചെയ്യണേ. പാമ്പറിംഗ് എന്ന് വെച്ചാൽ എന്നെ കുക്കുടുവാവേ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷെ ചേട്ടൻ പാമ്പറിംഗ് എന്ന് വെച്ചാൽ പാമ്പറിംഗ് അല്ല, ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് ചേട്ടൻ. അല്ലാതെ കുണുവാവേ ആ ടൈപ്പ് ഒന്നല്ല, അങ്ങനെയേ അല്ല. എന്റെ അച്ഛൻ പിന്നെയും കൊഞ്ചിക്കൂട്ടെ, എന്റെ അമ്മയൊന്നും കൊഞ്ചിക്കുന്ന ഒരു പേഴ്സണേ അല്ല. അമ്മ എപ്പോഴെങ്കിലും കൊഞ്ചിച്ച ഞാൻ പോയി അയ്യേ എനിക്കൊരു മാതിരിയാവും. അങ്ങനെ കൊഞ്ചിക്കുന്ന ടൈപ്പ് അല്ല. പക്ഷെ ചേട്ടന്റെ കൊഞ്ചലല്ല, ചേട്ടൻ ബാക്ക് ബോണാന്ന് പറയാം. നമ്മൾ എന്ത് കാര്യം പറയുകയാണെങ്കിലും, ഈവൺ ഇപ്പൊ പുറത്തുപോയി വായി നോക്കുന്ന കഥയാണെങ്കിൽ പോലും നമുക്ക് ചില ബ്രദേഴ്സ് ആയിട്ടൊന്നും സിബ്ലിങ്സ് ആയിട്ടും ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്കിത് ഷെയർ ചെയ്യാം.
അങ്ങനത്തെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് ചേട്ടൻ. അല്ലാതെ പാമ്പറിങ് ഒന്നും അല്ല. അങ്ങനെ പാമ്പറിങ് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ അങ്ങനെയൊന്നുമല്ല. പിന്നെന്താ, ചില കാര്യങ്ങളിൽ ചേട്ടൻ പറയും ഇത് നല്ലതല്ല, ഇത് നല്ലതാണ്, അങ്ങനെ പറയാറുണ്ട്. അത് ഞാൻ റിയലൈസ് ചെയ്യുമ്പോൾ പിന്നെ അത് ആ ഒരു പാത്ത് ക്ലിയർ ആവും, അതങ്ങനെ പോവാറുണ്ട്. പക്ഷെ ചേട്ടൻ പറയുന്ന മിക്ക കാര്യങ്ങളും ശരിയാവാറുണ്ട്. നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉണ്ട്. അതെ, കുറച്ചുകൂടെ ലോക പരിജ്ഞാനങ്ങളുണ്ട്. മോറോവർ ബുദ്ധിയുണ്ട് ചേട്ടന്. ചേട്ടന് നല്ല ബുദ്ധിയുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോഴും പലരും ഇങ്ങനെ പുറത്തു പോകുമ്പോ ചോദിക്കും, അയ്യോ 6th സീസണിൽ റനീഷയുടെ ചേട്ടനെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ആഗ്രഹ പ്ലാനിങ് ഉണ്ടായിരുന്നോ ചേട്ടന്? നമ്മളെല്ലാരും ചേട്ടന് ആഗ്രഹം വന്നു. ചേട്ടന് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ച് പുറത്ത് നോക്കിയപ്പോ ഭയങ്കര ഫാൻസ് ഉണ്ടാക്കി. ഞാനും ചേട്ടനും ഒരിക്കൽ ദുബായിൽ പോയിട്ട് ഞങ്ങൾ പുറത്ത് ചായ കുടിക്കാൻ പോയി. അപ്പൊ ഒരു മലയാളി ഫാമിലി വന്നു കേട്ടോ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പൊ അവരിങ്ങനെ ഇടയ്ക്ക് ഞങ്ങളെ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കാം ഇപ്പൊ വന്ന ഫോട്ടോ ചോദിക്കുമായിരിക്കും വിചാരിച്ചാ റനീഷയുടെ ചേട്ടനല്ലേ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഞാനും ഇവിടെ ഉണ്ട്. ഞങ്ങൾ ചേട്ടന്റെ ഭയങ്കര ഫാൻസ്. ഞാനങ്ങ് ഒരിക്കലില്ലാതായി. അപ്പൊ ചേട്ടൻ ഒറ്റ ദിവസം കൊണ്ട് കുറച്ച് ഫാൻസിനെയൊക്കെ ഉണ്ടാക്കി. അപ്പൊ ചേട്ടൻ അടുത്ത പ്രാവശ്യം വിളിച്ചാ പോവാല്ലേ? ഞാൻ പറഞ്ഞു വേണ്ട, പോയിട്ടെങ്ങാനും ഇതിനേക്കാൾ റേഞ്ച് ആയാലും പോണ്ട. അപ്പൊ ചേട്ടൻ പറഞ്ഞു കണ്ടമ്മ അവൾക്ക് അസൂയാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ അതൊന്നുമില്ല, ചേട്ടൻ ബിസിയാ.